വിശ്വനാഥ് ആൻഡ് സൺസ്, സൂര്യ, വെങ്കി അഡ്ലൂരി കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമ. തെലുഗു ബൈലാറ്ററലായിരിക്കും. സോ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഇത് വരുമെന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടില്ല, ഇനി അതുകൊണ്ടായിരിക്കാം. സോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വെങ്കി അഡ്ലൂരിയാണ്. അദ്ദേഹം നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഡയറക്ടറാണ്. മമിത ബൈജു ആണ് ഇതിനകത്ത് ഫീമെയിൽ ലീഡായിട്ട് വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് നമ്മുടെ മലയാളം സിനിമ കങ്കാരുവിൻ്റെ റീമേക്കാണെന്നൊക്കെ കുറേ റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് റൂമറായിട്ട് തന്നെ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല വെങ്കി അഡ്ലൂരി അങ്ങനൊരു റീമേക്ക് അതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ടീസർ കാണാം, അപ്പോൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ലക്കി ഭാസ്കറിൻ്റെ സെയിം സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ജി.വി. പ്രകാശാണ് ഇതിൻ്റെ മ്യൂസിക്. ലണ്ടൻ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ്. ഇതെന്തോ പ്രായമായ ഒരാളുടെ അണ്ണൻ്റെ മമിത ബൈജു. நவீன் நூலி നിമിഷ് രവിയാണല്ലേ? ലഫ കഷ്ടമാർക്കും. 40 വയസ്സ് 20 വയസ്സ് ലവ് ആണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ലുക്കായിട്ട് കാണിച്ചിരുന്നത്. വിശ്വനാഥ് ആൻഡ് സൺസ്. ഇതൊരു പക്ക കോമഡി ഫൺ ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. സൂര്യൻ അങ്ങനത്തെ ഒരു സാധനം പിടിച്ചിട്ട് കുറേ ആയി. ഏതായാലും ഭാഗ്യത്തിന് കങ്കാരുവിൻ്റെ റീമേക്ക് അല്ല എന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയത്. അതാകാനുള്ള ചാൻസ് ഇല്ല. ഫസ്റ്റ് ലുക്ക് ചിലപ്പോൾ ആ ഒരു പയ്യനും ഇതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതായിരിക്കും ഫസ്റ്റ് ലുക്കായിട്ട് അത് ഇറക്കിയത്. ബട്ട് കൊള്ളാം, ഒരു എൻ്റർടൈനർ എന്നൊരു രീതിയിൽ. ലക്കി ഭാസ്കറിൻ്റെ ഒരു ഡയറക്ടറിൽ നിന്ന് ടോട്ടലി വേറൊരു ഐറ്റം പടമാണ് വരാൻ പോകുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സൂര്യൻ കുറേ നാൾക്ക് ശേഷം, അറിയാമല്ലോ നമ്മൾ വലിയ വലിയ പടങ്ങളുടെ ഭാഗം അദ്ദേഹം ആകാറുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അത്ര ഇതായിട്ടില്ല. കറുപ്പ് എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് വരാനിരുന്നത്. ബട്ട് അതിനു മുമ്പ് ഇത് വരുമെന്ന് തോന്നുന്നു. അതിൻ്റെ അനൗൺസ്മെൻറ്റോ അതിൻ്റെ കാര്യങ്ങളോ, അതിൻ്റെ ഒരു ടീസറും കുറച്ച് പാട്ടുകളല്ലാതെ ഇപ്പോൾ അതിൻ്റെ ഒരു അറിവില്ല. വരട്ടെ, എല്ലാ പടങ്ങളും വരട്ടെ. ഇതും നല്ലൊരു പടമാണെന്ന് വിചാരിക്കുന്നു. മ്യൂസിക് നമ്മുടെ ജി.വി. പ്രകാശ്. അവസാനത്തെ ആ പോർഷനും അടിപൊളിയാണ്. നിമിഷ് രവിയാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ, അതും കൊള്ളാം. സോ സൂര്യണ്ണൻ ആൻഡ് മമിത ബൈജു, പുള്ളിക്കാരി ഇപ്പം സൗത്തിലെ മൊത്തം കോൺകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കിടിലനായിട്ട് വരട്ടെ. കിടിലനൊരു ആക്ട്രസ്സാണ്, ഭയങ്കര പെർഫോമറാണ് പുള്ളിക്കാരിക്ക്. എനിക്കൊന്ന് തമിഴിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ പടങ്ങളിപ്പോൾ തമിഴിൽ വരുന്നു. മലയാളത്തിൽ നിന്നൊരു കുറച്ച് നാൾ ബ്രേക്ക് പോലെ വന്ന പോലെ എനിക്ക് തോന്നി. സോ ബട്ട് വന്നതെല്ലാം ഇപ്പം ജനനായകനായിക്കോട്ടെ, അതൊന്നും വരുമെന്നറിയില്ല. പിന്നെ ഈ പടം ഇതുപോലെയുള്ള വലിയ പിന്നെ നമ്മുടെ ഡ്യൂഡ് അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. സോ അങ്ങനത്തെ വലിയ പടങ്ങളുടെ ഭാഗമാണ്. സോ പുള്ളിക്കാരുടെ എന്താ പറയുക, ഒരു 40+ ആയിട്ടുള്ള ഒരാളും പിന്നെ ഒരു 20 years വരുന്ന ഒരു കുട്ടിയുടെ തമ്മിലുള്ള പ്രണയം, അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ ഒരു ഫസ്റ്റ് സിനോപ്സിസ് പോലെ പറഞ്ഞിരുന്നത്. സോ അത് തന്നെയാണ്. സോ അതിനകത്തുള്ള ഫൺ മൊമെൻറ്റ്സ്, ഉള്ള കോംപ്ലിക്കേഷൻസ്, കൺഫ്യൂഷൻസ്, ട്വിസ്റ്റ് ഒക്കെ ആയിരിക്കും ഈ ഒരു പടം. സോ ടീസർ കൊള്ളാം. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.